നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കാണ്. ഫസ്റ്റ് ഇയർ ഫിസിക്സിൽ സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്ന ഡയമെൻഷൻ അനാലിസിസിന്റെ ആപ്ലിക്കേഷൻ ആണ്. ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുവാണെങ്കിൽ ഫിസിക്സിന്റെ ഏതൊരു ഇക്വേഷൻസും അത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എ ഫിസിക്കൽ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഏത് ഇക്വേഷൻസും നമുക്കത് ഡയമെൻഷനലി കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം, ആ ഒരു ടെക്നിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ് ഇസ് എ ആപ്ലിക്കേഷൻ, വെരി ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. നമുക്ക് ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഏത് ഫിസിക്കൽ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചതോ ഇനി പഠിക്കാൻ വരുന്നതോ പുതിയ പുതിയ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷന്റെ ഡയമെൻഷനലി കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. Chapter number 2, Units and Measurements. Our topic is Applications of Dimensional Analysis. So first, നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. Applications of Dimensional Analysis. The method of studying a physical phenomenon on the basis of dimensions is called the dimension analysis. അപ്പോൾ ഡയമെൻഷൻ അനാലിസിസിന്റെ 3 ആപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ആപ്ലിക്കേഷൻസിനെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. There are 3 main uses of dimension analysis. First one, to check the correctness of a given physical relation. To check the correctness of a physical relation എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരിക്കുന്ന F is equal to ma എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ റിലേഷൻ ആണ്, ഒരു ഫിസിക്കൽ ഇക്വേഷൻ ആണ്. ആ ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഡയമെൻഷൻ അനാലിസിസിന്റെ ഹെൽപ്പോടുകൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഫസ്റ്റ് യൂസ് ഈസ് to check the correctness of a given physical relation. ഏത് ഫിസിക്കൽ റിലേഷൻ എടുത്താലും അത് ഡയമെൻഷനലി കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടു കൺവേർട്ട് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഫ്രം വൺ സിസ്റ്റം ഓഫ് യൂണിറ്റ് ഇൻ ടു അനദർ. സോ നമ്മൾ ഡിഫറെൻറ്റ് നമ്പർ ഓഫ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് പഠിച്ചിട്ടുണ്ട്. SI സിസ്റ്റം അല്ലെ, സിസ്റ്റം ഇന്റർനാഷണലി, ദെൻ CGS സിസ്റ്റം, FPS സിസ്റ്റം, അങ്ങനെ പല സിസ്റ്റംസ് നമുക്കറിയാം. അത് ഒരു യൂണിറ്റ് ഒരു സിസ്റ്റത്തിലാണെങ്കിൽ അതിനെ നമുക്ക് അടുത്ത സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് യൂസ് ചെയ്യാം. അഥവാ ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. അത് SI സിസ്റ്റത്തിലെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. അതിനെ CGS സിസ്റ്റത്തിലെ യൂണിറ്റ് ആയ ഡൈനിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഡയമെൻഷൻ അനാലിസിസിന്റെ സഹായത്തോടെ നമുക്ക് കൺവേർഷൻ സാധ്യമാകും. സോ സെക്കൻഡ് യൂസ് ഈസ് to convert a physical quantity from one system of unit into another. Okay, so next is to derive a relation between different physical quantities. That means ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതൊക്കെ ഡിഫറെൻറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലായാൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അഥവാ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ ഡെഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഡയമെൻഷൻ അനാലിസിസ് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്, ടൈം പീരീഡ് നമുക്കറിയാം T എന്ന് പറയുന്നത് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ആ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ അറിയാമെങ്കിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡെഡ്യൂസ് ചെയ്തെടുക്കുക അഥവാ ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ that is the third use to derive a relation between different physical quantities. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഡയമെൻഷൻ അനാലിസിസിന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എ ഗിവൺ ഫിസിക്കൽ റിലേഷൻ. ഫിസിക്കൽ റിലേഷൻസ് അഥവാ ഫിസിക്കൽ ഫോർമുല ഇക്വേഷൻസ് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഡയമെൻഷൻ അനാലിസിസ് യൂസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ്. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ്. സോ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. According to this principle, a physical equation will be dimensionally correct if the dimensions of all the terms occurring on both sides of the equation are the same. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ the dimensions of the same fundamental quantity must be the same on either side of a dimensional equation. ഒരു ഫിസിക്കൽ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവുന്നത് എപ്പോൾ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ഇവിടെ പറയുന്നത്. ഒരു ഫിസിക്കൽ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവുന്നത് അതിൻ്റെ ഇക്വേഷന് LHSും ഉണ്ട് RHSും ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉണ്ട് റൈറ്റ് ഹാൻഡ് സൈഡും ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡിലെയും ഡിഫറെൻറ്റ് ടേംസ് ഉണ്ടാവും. ഇപ്പോൾ F is equal to ma ആണെങ്കിൽ F എന്ന് പറയുന്ന ഒരു ടേമാണ്, LHS ആണ്. MA എന്ന് പറയുന്നത് RHSലെ ടേംസ് ആണ്. അപ്പോൾ രണ്ട് ടേംസിൻ്റെയും LHSൻ്റെയും RHSൻ്റെയും ഡയമെൻഷൻസ് സെയിം ആണെങ്കിൽ ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എക്സ്പൊണൻ്റ് ഓർ പവേഴ്സ് ആണ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എത്ര പ്രാവശ്യം ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നു അതാണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് സൈഡിലെയും ഡയമെൻഷൻസ് സെയിം ആണ് എങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഇക്വേഷൻ മസ്റ്റ് ബി ഡയമെൻഷനലി കറക്റ്റ്. ഓർ നമുക്കൊരു എക്സാമ്പിളിന്റെ സഹായത്തോടെ നമുക്ക് നോക്കാം.
ഇഫ് എം റൈസ് ടു എ എൽ റൈസ് ടു ബി ടി റൈസ് ടു സി എന്ന് പറയുന്നതാണ് എൽ എച്ച് എസിന്റെ ഡയമെൻഷൻ ഫോർമുല എന്ന് വിചാരിക്കുക. ദാറ്റ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസിന്റെ ഡയമെൻഷൻ ഫോർമുല ഏതാണ്? എം റൈസ് ടു 1 എൽ റൈസ് ടു -2 ടി റൈസ് ടു 2. അപ്പോൾ ഇതാണ് ഒരു ഇക്വേഷന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഈ ഒരു ഡയമെൻഷൻ ഫോർമുല വെച്ചിട്ട് ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എ എന്ന് പറയുന്ന ഡയമെൻഷൻ എമ്മിൻ്റെയാണ് അല്ലേ. എം എന്ന് പറയുന്ന ടേമിന്റെ ഡയമെൻഷനാണ് എ. അപ്പോൾ എ മസ്റ്റ് ബി സെയിം ഓൺ ബോത്ത് സൈഡ്. ദാറ്റ് ഇസ് എ ഈസ് ഈക്വൽ ടു 1, ബി ഈസ് ഈക്വൽ ടു -2, സി ഈസ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ ഇക്വേഷനിൽ നമുക്ക് എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു -2, സി ഈസ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് പറയാം. സോ ഡയമെൻഷനലി ഇക്വേഷൻ ഒരു ഡയമെൻഷനലി കറക്റ്റ് ആവുന്ന കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഹോമോജനിറ്റി പ്രിൻസിപ്പിളിന്റെ ബേസിലാണ്. ദ ഡയമെൻഷൻസ് ഓഫ് ദ സെയിം ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി മസ്റ്റ് ബി സെയിം ഓൺ എയ്തർ സൈഡ് ഓഫ് എ ഡയമെൻഷണൽ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഡയമെൻഷണൽ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കുക. നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് അറിഞ്ഞിരിക്കുന്ന ഒരു തിയറമാണ് ഏത്, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിളാണ് ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ. വളരെ ഡെപ്ത് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ. So this is our first application of dimension analysis, checking the dimensional consistency of the equations. So to check the dimensional correctness of the physical equation, we make use of principle of homogeneity of dimension. If the dimensions of all the terms on both sides or two sides of the equation are same, then the equation is dimensionally correct. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ എങ്ങനെയാണ് ഇവിടെ ആപ്ലിക്കബിൾ എന്നുള്ള കാര്യം. ദ ഡയമെൻഷൻസ് ഓഫ് ഓൾ ദ ടേംസ് അല്ലെ, എൽ എച്ച് എസിലെ ടേംസിന്റെ ഡയമെൻഷനും ആർ എച്ച് എസിലെ ടേംസിന്റെ ഡയമെൻഷനും സെയിം ആണ് എങ്കിൽ ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും. സോ നമുക്ക് വളരെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. എ ഫിസിക്കൽ ഇക്വേഷൻ വിൽ ബി കറക്റ്റ്. ഒരു ഫിസിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ് കറക്റ്റ് ആയിരിക്കുന്നത്? ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഡയമെൻഷനലി കറക്റ്റ് ആണെങ്കിൽ ഒരു ഫിസിക്കൽ ഇക്വേഷൻ കറക്റ്റ് ആവുകയുള്ളൂ. അതാണ് ഒരു കണ്ടീഷൻ. നമ്മൾ ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് എ ഫിസിക്കൽ ഇക്വേഷൻ വിൽ ബി കറക്റ്റ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു മാത്തമാറ്റിക്കൽ സ്റ്റെപ്പിലൂടെ നമ്മൾ പല പ്രോബ്ലംസ് എക്സാമ്പിൾ എടുത്തുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിളിലേക്ക് കിടക്കാം. Check the correctness of the equations by the dimensional method. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. നമ്മൾ സ്കൂൾ തലത്തിൽ പഠിച്ചിരിക്കുന്നതാണ് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എൽ. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്, വൺ ഡയമെൻഷൻ മോഷനിൽ വരുന്നതാണ്. വി ഈസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ആക്സിലറേഷൻ ഇൻ ടു ടൈം. ദിസ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. ഇത് നമ്മൾ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ നമ്മൾ ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു സ്റ്റെപ്പ് നമ്മൾ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എൽ എച്ച് എസ് നമ്മൾ എടുത്തു. എൽ എച്ച് എസിൽ വരുന്ന ടേം എൽ എച്ച് എസ് അല്ലെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ടേം നമ്മൾ ഏതാണ്? വെലോസിറ്റി വി ആണ്. ഫൈനൽ വെലോസിറ്റി ആണ്, വി ആണ്. വിയുടെ ഡയമെൻഷൻ ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. വി ഈസ് ഈക്വൽ ടു എൽ ടി റൈസ് ടു -1. ദാറ്റ് ഇസ് ദ ഡയമെൻഷൻ ഫോർമുല ഫോർ വി നമുക്ക് കിട്ടി. നെക്സ്റ്റ് വരുന്നത് ആർ എച്ച് എസിലെ ടേംസ് എടുക്കുവാണ്. ആർ എച്ച് എസിലെ ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ഏതാണ്? യു എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, പ്ലസ് എ ടി എന്ന് പറയുന്ന അനദർ ടേം ഉണ്ട്. സോ യു ഈസ് ദ ഇനിഷ്യൽ വെലോസിറ്റി ആണ്. യു ഈസ് ഈക്വൽ ടു വെലോസിറ്റി തന്നെയാണ്, സെയിം ഡയമെൻഷൻ ഫോർമുലയാണ്, എൽ ടി റൈസ് ടു -1. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്ന ടേം യു പ്ലസ് എ ടി അല്ലെ, യു പ്ലസ് എ ടി ആണ്. അവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് വെലോസിറ്റിയോടുകൂടി ഏത് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ? വെലോസിറ്റി മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ ഈസ് ബേസ്ഡ് ഓൺ എ ഫാക്ട്. ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ ഒരു ഫാക്ടിൽ ബേസ്ഡ് ആണ്. ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു? വെലോസിറ്റിയും തമ്മിൽ ആഡ് ചെയ്യാം, വെലോസിറ്റിയിൽ നിന്ന് വെലോസിറ്റി സബ്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ സെയിം ടേംസ് തമ്മിലാണ് നമ്മൾ, അല്ലെങ്കിൽ സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ആഡ് ചെയ്യുന്നത്, സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് സബ്സ്ട്രാക്ട് ചെയ്യുന്നത്, സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ സെയിം ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിരിക്കും ഇവിടെ വരുന്നത്. ചില യു എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, എ ടി എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? വെലോസിറ്റി തന്നെയാണ്. എങ്കിൽ മാത്രമേ അത് തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ദാറ്റ് ഈസ് എ ഫാക്ട്. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാം, എ ടി എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് അല്ലേ, ആക്സിലറേഷൻ ഇൻ ടു ടൈം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം ആണെന്നൊക്കെ നമുക്കറിയാം. സോ എൽ ടി റൈസ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് ക്വസ്റ്റ്യൻസ് ഒരേ ടൈമിൽ നമ്മൾ ചെയ്തു പോവുകയാണ്. ചെക്ക് ദ മെത്തേഡ് ഓഫ് ഡയമെൻഷൻസ് വെദർ ദ ഫോളോയിങ് ഇക്വേഷൻസ് ആർ കറക്റ്റ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് രണ്ട് ഇക്വേഷൻസ് ആണ്. ഇത് നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ്. ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ ആൻഡ് ടി ഈസ് ഈക്വൽ ടു 2 π √L/G.
റൂട്ട് ഓഫ് എൽ ബൈ ജി എന്നുള്ള ഇക്വേഷൻ ആണ്. രണ്ട് ഇക്വേഷൻ നമുക്കറിയാം. ഈസ് ഈക്വൽ ടു എനർജിയുടെ ഇക്വേഷൻ ഐൻസ്റ്റീൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ. ദെൻ ടൈം ടി ഈസ് ഈക്വൽ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ടൈം ടി ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. നമുക്ക് ഫസ്റ്റ് ഇയർ ഫിസിക്സിൽ ലാസ്റ്റ് സെക്ഷൻ ഓസിലേഷൻസ്, വേവ്സ് ആൻഡ് ഓസിലേഷൻ ഒക്കെ വരുന്നുണ്ട്. ആ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ട്, സിമ്പിൾ പെൻഡുലം. അപ്പോൾ നമുക്ക് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ഇക്വേഷൻസിൻ്റെ കറക്റ്റ്നെസ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. ഇറ്റ് ഈസ് കറക്റ്റ് ഓർ നോട്ട്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് കേസ് എടുത്തു, ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ. നിങ്ങൾ രണ്ട് പ്രോബ്ലം ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്. ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് അല്ലെ, ആ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ എന്താണ് ഡയമെൻഷൻ ഓഫ് ആരുടെയാണ് എൽ എച്ച് എസിൻ്റെ. ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്താണ് ഡയമെൻഷൻ ഓഫ് എനർജി. ദാറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് ഈസ് ഈക്വൽ ടു എനർജിയുടെ നമുക്കറിയാം എനർജി എന്ന് പറഞ്ഞാൽ വർക്കാണ് അല്ലെ, എബിലിറ്റി ടു ഡു വർക്ക്. എബിലിറ്റി ടു ഡു വർക്ക്, വർക്ക് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ വർക്കിന്റെ ഡയമെൻഷൻ തന്നെയാണ് എനർജിയുടെ ഡയമെൻഷനും. വർക്ക് നമുക്ക് എങ്ങനെ കിട്ടും, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. സോ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, അതിൽ നമുക്ക് ഏത് കിട്ടി, എനർജി കിട്ടി. സോ എനർജി എം എൽ സ്ക്വയർ ടി റേസ് ടു -2 നമുക്കറിയാം. സോ എൽ എച്ച് എസിന്റെ ടൈം കഴിഞ്ഞു. ഇനി നമ്മൾ എടുക്കുന്നത് ഏതിൻ്റെയാണ്, ആർ എച്ച് എസിൻ്റെയാണ്, ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസ്. സോ ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസ് ഏതൊക്കെ ടേംസ് ഉണ്ട്, ഒരു ടൈമാണ് എം ഇൻറ്റു സി സ്ക്വയർ ആണ്. അവിടെ മാസ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ലൈറ്റ് സ്ക്വയർ ആണ് അല്ലെ, വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ് സി എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ദിസ് ഈസ് ഈക്വൽ ടു മാസിൻ്റെത് ഡയമെൻഷൻ എത്രയാണ് എം, വെലോസിറ്റിയുടേത് എൽ ടി റേസ് ടു -1ന്റെ സ്ക്വയർ ഉണ്ട്, രണ്ട് അല്ല പ്രാവശ്യമുണ്ട്. അപ്പോൾ എൽ ടി റേസ് ടു -2 ദ ഓൾ സ്ക്വയർ ആണ്. സോ ദിസ് ഈസ് ദ ആർ എച്ച് എസ്. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു എത്രയാണ്, നമ്മൾ ക്ലബ് ചെയ്ത് എഴുതി എം എൽ സ്ക്വയർ ടി റേസ് ടു -2 സ്ക്വയറും കൂടെ ചെയ്തു വെലോസിറ്റീനെ. സോ വി ക്യാൻ റൈറ്റ് ഡയമെൻഷൻ ഓഫ് ഫസ്റ്റ് ഇക്വേഷൻ അല്ലെ, ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷനിലേക്ക് നമ്മൾ ഡയമെൻഷൻ ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പോൾ ഈയുടെ ഡയമെൻഷൻ ഫോമുല എൽ എച്ച് എസിൽ വന്നു, എം എൽ സ്ക്വയർ ടി റേസ് ടു -2. എം സി സ്ക്വയറിന്റെ ഡയമെൻഷൻ ഫോമുല ആർ എച്ച് എസിലും വന്നു. സോ വി ക്യാൻ സേ ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസ് അല്ലെ. ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസ് ആണ്. എമ്മിന്റെ പവർ രണ്ടിടത്തും 1 തന്നെയാണ്, എല്ലിന്റെ പവർ രണ്ടിടത്തും 2 ആണ്, ടിയുടെ പവർ രണ്ടിടത്തും -2 ആണ്. സോ വി ക്യാൻ സേ ഡയമെൻഷൻസ് ഓഫ് എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻസ് ഓഫ് ആർ എച്ച് എസ്. സോ വി ക്യാൻ സേ ഹെൻസ് ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ എങ്ങനെയാണോ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ചെയ്തതുപോലെ തന്നെ ആ ഒരു പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ്, ഡയമെൻഷൻ ഓഫ് എൽ എച്ച് എസ് എന്താണ്, ടൈം പീരീഡ് ആണ് അല്ലെ, ഡയമെൻഷൻ ഓഫ് ടൈം പീരീഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു ടി ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്, ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസ്. ഡയമെൻഷൻ ഓഫ് ആർ എച്ച് എസിൽ 2 എന്ന് പറയുന്ന ന്യൂമറിക്കൽ വാല്യൂ നമുക്കറിയാം. പൈ ഈസ് ഓൾസോ എ ന്യൂമറിക്കൽ വാല്യൂ, 3.14 അഥവാ 22.79 എന്ന വാല്യൂ. സോ വി വോണ്ട് ടു ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ആരുടെയാണ്, റൂട്ട് ഓഫ് എൽ ബൈ ജി മാത്രം കണ്ടുപിടിച്ചാൽ മതി. സോ റൂട്ട് ഓഫ് എൽ ബൈ ജി ആണ് ഡയമെൻഷൻ, ഈസ് ഈക്വൽ ടു റൂട്ട് എന്ന് പറയുന്നത് എന്താണ്, റേസ് ടു 1/2ന്റെ ഫോമിലേക്ക് നമ്മൾ എഴുതി. സോ ഈക്വലന്റ് ആണ്, ദാറ്റ്സ് ഈക്വൽ ടു വേർഡ്സിൽ എഴുതുവാണ് ഏതാണ്, ഡയമെൻഷൻ ഓഫ് ലെങ്ത് ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സ്മോൾ ലെറ്റർ ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, ഓൾ റേസ് ടു 1/2. സോ വി ക്യാൻ റൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഫോർമുല എന്താണ്, ലെങ്ത്തിന്റെ എൽ ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കണ്ടത് തന്നെയാണ്, എൽ ടി റേസ് ടു -2 ഓൾ റേസ് ടു 1/2. So that is the dimensional equation. So this is equal to, നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം, എൽ ക്യാൻസൽ ആയി പോയി, ഡയമെൻഷൻ ഓഫ് എല്ലും ക്യാൻസൽ ആയി പോയി, റിമൈനിങ് ഏതാണ് 1/t റേസ് ടു -2 എന്നുള്ളത് t റേസ് ടു 2 നമുക്ക് എഴുതി അല്ലേ. ഡിനോമിനേറ്റർ കിടന്നത് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നപ്പോൾ പ്ലസ് ആയി, -2 എന്നുള്ളത് +2 ആയി, നിങ്ങൾക്ക് കാര്യം അറിയാം, ഓൾ റേസ് ടു 1/2 ആണ്. ഇനി നമ്മളിവിടെ എടുക്കുന്ന എക്സ്പാൻഷൻ എന്താണ്, നമുക്കറിയാം a റേസ് ടു m ഓൾ റേസ് ടു n ഈക്വൽ ടു, സ്കൂളിൽ പഠിച്ചതാണ് മാത്സിൽ, a റേസ് ടു m ഇൻറ്റു n ആണ്. സോ വി ക്യാൻ സോൾവ് ദിസ് ആസ് ഏതാണ് t അല്ലേ, 2 ഇൻറ്റു 1/2 വന്നപ്പോൾ 2 1/2 കൂടെ ക്യാൻസൽ ആയി പോയി, t ഡയമെൻഷൻ ഓഫ് t മാത്രം നമുക്ക് കിട്ടി. Then we can write LHS is equal to RHS അല്ലേ. ഡയമെൻഷൻ ഓഫ് LHS ഏതാണ്, ഡയമെൻഷൻ ഓഫ് t ആണ്, ആൻഡ് ഡയമെൻഷൻ ഓഫ് RHS ഏതാണ്, അതും t itself. So dimension of LHS is equal to dimension of RHS. So
this equation is dimensionally correct. So we can conclude hence equation is dimensionally correct. So this is the procedure. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏത് പ്രോബ്ലം എടുത്താലും ഏത് ഇക്വേഷൻ എടുത്താലും ഡയമെൻഷൻ അനാലിസിസ് വഴി ഒരു ഇക്വേഷൻ ചെക്ക് ചെയ്യുന്നത് ഒരേ പ്രൊസീജിയറിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ള മെത്തേഡ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, പ്രോബ്ലംസ് ഓരോന്നും എടുത്ത് സോൾവ് ചെയ്യുക, ഒരേ പാറ്റേണിൽ തന്നെ ചെയ്ത് പഠിക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ഡയമെൻഷൻ അനാലിസിസ്. That is the check the correctness of a physical equation. Next, try to solve this. Check the correctness of the following equations. P is equal to mv. Momentum is equal to mass into velocity ആണ്. Then third equation of motion ആണ് v square plus u square is equal to 2as. രണ്ട് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ തരുന്നുള്ളൂ. നിങ്ങൾക്ക് ഏത് ഇക്വേഷൻസ് നിങ്ങളുടെ ഓർമ്മയിൽ വരുന്ന ഫിസിക്കൽ ഇക്വേഷൻസ് ഏത് നമുക്ക് ഡയമെൻഷനലി കറക്റ്റ് ആണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം. സോ ട്രൈ ടു സോൾവ് ദീസ് പ്രോബ്ലംസ്. നിങ്ങൾക്ക് ടോപ്പിക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. നന്നായിട്ട് എഴുതി തന്നെ പഠിച്ചു പോവുക. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഏതൊരു ഫിസിക്കൽ ഇക്വേഷൻ നമുക്ക് കിട്ടിയാലും നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നതും നമ്മൾ ഇതുവരെയും പഠിച്ച എല്ലാ ഫിസിക്കൽ ഇക്വേഷൻസും നിങ്ങൾ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആ ഒരു ടെക്നിക്ക് നിങ്ങൾ നന്നായിട്ട് തറവാക്കുക. നെക്സ്റ്റ് 2 ആപ്ലിക്കേഷൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.